ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പരനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പരനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പരനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദവും ഞങ്ങളുടെ ആത്മാവിൻ്റെ പ്രതീക്ഷയുമായ ദിവ്യകാരുണ്യ ഈശോയെ, സ്നേഹത്തോടെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഏതൊരു മകനെയും മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നീ അവരോട് പറയുന്ന ആദ്യ വചനം ഇതായിരിക്കുമല്ലോ: ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വചനത്തിൻ്റെ ഏടുകളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ആവർത്തിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വചനം. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട. ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ കർത്താവ്, ഞാൻ നിന്റെ ദൈവവും നീ എൻ്റെ മകനും മകളുമാണ്. ഓ ഈശോയെ, സകലത്തിൻ്റെയും ഉടയവനായ
സകല നന്മ സ്വരൂപിയായ അവിടുന്ന് ഇത് പറയുമ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ എത്രയോ വലുതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഭയപ്പെടേണ്ട. മാറ്റാൻ കഴിയാത്ത ചില സ്വഭാവശീലങ്ങൾ നിന്റെ ജീവിതത്തെ പിന്തുടരുമ്പോൾ ഭയപ്പെടേണ്ട. നോമ്പിലെടുത്ത നല്ല തീരുമാനങ്ങളുടെ ആദ്യ ദിവസങ്ങൾ കാൽക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിലും പിന്നീടുള്ള യാത്രക്കിടയിൽ അത് കൈമോശം വന്നെങ്കിൽ ഭയപ്പെടേണ്ട. നിന്റെ ശരീരം തളർന്നു പോവുകയും മനസ്സ് വേദനിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ നീ ഭയപ്പെടേണ്ട. എല്ലാം കൈവെള്ളയിൽ നിന്ന് വഴുതി പോകുന്നു എന്ന് നിനക്ക് തോന്നുന്ന സമയങ്ങളിൽ നീ ഭയപ്പെടേണ്ട. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ധാരാളമായി ഈ ദിവസങ്ങളിൽ ആവശ്യമുണ്ട്. നിരാശ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കരിമ്പടം എന്നതുപോലെ മൂടിയിരിക്കുന്ന ഒരു കാലത്ത് കർത്താവേ, ഞങ്ങളെ നോക്കി, എന്നെ നോക്കി, എൻ്റെ സമീപത്തേക്ക് വന്ന് എൻ്റെ കാതുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നീ ആ മന്ത്രം ജപിക്കണമേ. ഭയപ്പെടേണ്ട. ഇത് ഞാനാണ്. അന്ന് ശിഷ്യഗണം വഞ്ചിയിലൂടെ പോകുമ്പോൾ വഞ്ചി ആടി ഉലഞ്ഞപ്പോൾ അവരാകെ ഭയപ്പെട്ടു. ഈശോ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഞാനാണ്, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. കർത്താവേ, ഞങ്ങളുടെ പദ്ധതികൾ തകരുമ്പോൾ നീ ഞങ്ങളോട് പറയണം. ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റുമ്പോൾ ഞങ്ങളോട് പറയണം. വല്ലാതെ ലോകം ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ നീ ഞങ്ങളോട് പറയണം. ഞങ്ങൾ ചേർത്ത് വെച്ച പലതും ഞങ്ങൾക്ക് നഷ്ടമാകുമ്പോൾ ഞങ്ങളോട് പറയണം. പാപത്തിൽ ഞങ്ങൾ വീണു പോകുമ്പോൾ നീ ഞങ്ങളോട് പറയണം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഞാനാണ്, ഇത് ഞാനാണ്. എനിക്ക് ചെയ്തു തരാൻ കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? കർത്താവേ, നിന്റെ ദൈവമക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മറിയത്തോടും വന്യനായ യൗസേപ്പിനോടും ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്ന സമയത്ത് ആ വന്യനായ യൗസേപ്പ് ആദ്യം കേട്ട വചനം അതാണല്ലോ, ഭയപ്പെടേണ്ട യൗസേപ്പ്, ഭയപ്പെടേണ്ട. മറിയത്തോടും അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഞങ്ങളോടും പറയണമേ. സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ വചനം ദിവ്യകാരുണ്യ യേശുവിൽ നിന്ന് ഓരോരുത്തരും ഏറ്റുവാങ്ങട്ടെ. നിന്റെ വാർദ്ധക്യത്തെ ഭയപ്പെടേണ്ട. തനിയാണ് എന്ന് ഓർത്ത് നീ ഭയപ്പെടേണ്ട. പെട്ടെന്ന് മരിച്ചു പോയേക്കുമോ ഭയപ്പെടേണ്ട. രോഗത്തിൻ്റെ ഭാവിയെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. മക്കളെ ഓർത്ത് ഭയപ്പെടേണ്ട. ഇത് ഞാനാണ്, ഇത് ഞാനാണ്. എന്നോട് പറയണമേ, ഞങ്ങളോട് പറയണമേ. ഭയമരുതേ മകനേ, ഭയമരുതേ മകളേ, ഭയമരുതേ മകനേ, ഭയമരുതേ മകളേ. പ്രത്യാശയേകും ദൈവം നിന്റെ കൂടെ ഉള്ളതിനാ, പ്രത്യാശയേകും ദൈവം നിന്റെ കൂടെ ഉള്ളതിനാ. ആകസ്മികമായി എന്തോ എൻ്റെ ഭവനത്തിൽ വന്ന് പെട്ടു എന്നോർത്ത് നീ വിഷമിക്കുന്ന സമയത്ത് ഈശോ പറയുന്ന ഈ വാക്കുകൾ നീ കേൾക്കണം. നീ ഭയപ്പെടേണ്ട. ഏറെ ചേർത്ത് പിടിച്ച് വിശ്വാസം അർപ്പിച്ച ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, അവരിൽ നിന്ന് വിപരീതമായ അനുഭവം ഉണ്ടാകുമ്പോൾ യേശുവിലേക്ക് നോക്കി അവൻ്റെ ആജ്ഞാവചനം നിന്റെ കാതുകളിൽ നീ കേൾക്കണം. ഭയപ്പെടേണ്ട. ഇത് ഞാനാണ്, ഇത് ഞാനാണ്. സംഭ്രമിക്കേണ്ട. ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം. ഓ ഈശോ, ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാ ദൈവമക്കളെയും, അമ്മ മറിയത്തെയും ഔസേപ്പിനെയും നീ എങ്ങനെ ചേർത്ത് പിടിച്ചുവോ, വിശുദ്ധാത്മാക്കളെ എങ്ങനെ ചേർത്ത് പിടിച്ചുവോ, അതുപോലെ ചേർത്ത് പിടിച്ച് ഈ വചനം അവരുടെ കാതുകളിൽ ആവർത്തിച്ച് പറയണമേ. ഇത് ഞാനാണ്. ഈശോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഭയമരുതേ മകനേ, ഭയമരുതേ മകളേ, ഭയമരുതേ മകനേ, ഭയമരുതേ മകളേ. പ്രത്യാശയേകും ദൈവം നിന്റെ കൂടെ ഉള്ളതിനാ, പ്രത്യാശയേകും ദൈവം നിന്റെ കൂടെ ഉള്ളതിനാ. സഹോദരങ്ങളെ, ഒന്നിനായ യൗസേപ്പിനോടൊപ്പമുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ 22-ാം ദിവസത്തിലാണ് നമ്മളിന്ന്. ഈ ദിവസം ധ്യാനിക്കുന്നത് പ്രത്യാശയുടെ പിതാവായ യൗസേപ്പിനെ കുറിച്ചാണ്. ദൈവവചനം: നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം തിരുവചനം. ഒരു മരുഭൂമി എല്ലാവർക്കും പിന്നിടാനുണ്ട്. ഒരു മരുഭൂമി അനുഭവം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കടന്നു പോകേണ്ടതായുണ്ട്. യൗസേപ്പിനുണ്ട്, മറിയത്തിനുണ്ട്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുണ്ട്. ഈ മരുഭൂമി പിന്നിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ യൗസേപ്പ് സൂക്ഷിച്ചതുപോലുള്ള സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. ഇതിലേക്ക് വരുന്നതിനൊപ്പം തന്നെ വിയറ്റ്നാമിലെ മതപീഡന കാലത്ത് ഏതാണ്ട് 13 വർഷക്കാലം ജയിലിൽ കഴിഞ്ഞ ഒരു കാർഡിനലിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും. 2000-ാം ആണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അടങ്ങുന്ന വത്തിക്കാനിലെ സമൂഹത്തെ ധ്യാനിപ്പിച്ച ധന്യനായ മനുഷ്യനാണ് ഈ കർദിനാൾ വാൻ ടു വാൻ, അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന കർദിനാൾ. അദ്ദേഹം ദ റോഡ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നുള്ള തൻ്റെ ജയിലിലെ അനുഭവത്തെ അധികരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. 13 വർഷക്കാലത്തെ ജയിൽ വാസത്തിനിടയിൽ 9 വർഷം അദ്ദേഹം ഏകാന്ത തടവറയിലായിരുന്നു. ഈ തടവറയിൽ കഴിയുന്ന നേരത്ത് മുകളിലേക്ക് നോക്കുമ്പോഴും 2 ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഇരുളടഞ്ഞ മുറികളാണ്. ഒന്നുമില്ല പ്രതീക്ഷയ്ക്ക് വക. എന്നെങ്കിലും ഒരു കാലത്ത് ഈ ജയിലിൽ നിന്ന് മോചിതമാകും എന്നും അദ്ദേഹത്തിന് ഉറപ്പില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ എഴുതിയ ഒരു പ്രാർത്ഥിച്ച് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: മറിയമേ എൻ്റെ അമ്മേ, യൗസേപ്പേ എൻ്റെ അപ്പ, ഈശോയെ പറ്റി ധ്യാനിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് തരിക. അവനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയവും ആത്മാവും എനിക്ക് തരിക. അങ്ങനെ ഞാൻ ദൈവത്തെ പ്രതി ഉന്മാദനാകട്ടെ. മറിയമേ എൻ്റെ അമ്മേ, യൗസേപ്പേ എൻ്റെ അപ്പ, ഈശോയെ പറ്റി ധ്യാനിക്കാൻ, അല്ലെങ്കിൽ ഈശോയെ ധ്യാനിക്കാൻ നിന്റെ കണ്ണുകൾ എനിക്ക് തരിക. അങ്ങനെ അവനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയവും ആത്മാവും എനിക്ക് തരിക. അങ്ങനെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കട്ടെ, ദൈവത്തിൽ ഉന്മാദത്തിൽ പോകട്ടെ എന്ന്. നിരാശ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞു എന്ന് വരില്ല. മരുഭൂമിയിൽ വെച്ച്, അതുകൊണ്ടാണ് ഇസ്രയേൽ യാത്രക്കിടയിൽ പലപ്പോഴും കലഹിക്കുന്ന നേരത്ത് ജനനേതാവായ മോശ പല ആവർത്തി ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജനം അങ്ങേക്കെതിരെയും എനിക്കെതിരെയും തിരിയുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. മരുഭൂമി അനുഭവം ഏവർക്കും ഉണ്ടാകാം. യൗസേപ്പിൽ എങ്ങനെയാണ്? യൗസേപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു. കന്യാവ്രതം, ബ്രഹ്മചര്യം ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ദൈവം പറയുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് അവൻ്റെ മേൽ അവൻ ഒരിക്കലും കരുതാത്ത സംഭവങ്ങൾ അവൻ്റെ വിവാഹത്തിൻ്റെ ഒരുമിച്ചുള്ള സഹവാസത്തിന് മുമ്പ് തന്നെ വന്നപ്പെടുന്നത്. ഇവൻ ആകപ്പാടെ സംഭ്രമിച്ചു പോയി. അതുകൊണ്ടാണ് യൗസേപ്പിനെ നോക്കിക്കൊണ്ട്
ബൈബിളിൽ പറയുന്ന ആദ്യ വചനം ഇങ്ങനെയാണ്, ഭയപ്പെടേണ്ട. ഡു നോട്ട് ഫിയർ എന്നാണ്. നമ്മുടെ മലയാളം ബൈബിളിൽ പലപ്പോഴും ശങ്കിക്കേണ്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. ശങ്കിക്കേണ്ട എന്നല്ല, ഡു നോട്ട് ഫിയർ എന്നാണ്. ഭയപ്പെടേണ്ട യൗസേപ്പ്, നീ ഭയപ്പെടേണ്ട. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ യൗസേപ്പേ, നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൽ മരുഭൂമി വരുമ്പോൾ, ജീവിതത്തിൽ പിടികിട്ടാത്ത ചില അനുഭവങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ഈ വചനം എനിക്കും നിങ്ങൾക്കും ഏറ്റുവാങ്ങാൻ കഴിയണം. ഞാൻ ഇങ്ങനെ കരുതുകയാണ്, യൗസേപ്പ് കുഞ്ഞുമായി ഈജിപ്തിലേക്ക് പോകുമ്പോഴും ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴും പേരെഴുതിക്കാനായി മറിയവുമായി ബേത്ലഹേമിലേക്ക് പോകുമ്പോഴും വിപരീതമായ അനുഭവങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വേട്ടയാടുമ്പോഴും യൗസേപ്പ് ദൈവത്തിൽ നിന്ന് കേട്ട, ദൈവദൂതനിൽ നിന്ന് കേട്ട ഈ വചനം തന്നോട് തന്നെ പറയും, യൗസേപ്പ് നീ ഭയപ്പെടേണ്ട, യൗസേപ്പ് നീ ഭയപ്പെടേണ്ട. കഴിഞ്ഞ വർഷം ഏറ്റവും അധികം മനുഷ്യര് കേട്ട വചനവും വായിച്ച വചനവുമായി പറയുന്നതും ഈ വചനമാണ്, ഭയപ്പെടേണ്ട. കാരണം ഒരു കരിമ്പടം പോലെ ഭൂമിയെ മുഴുവൻ ഭയവും നിരാശയും ഒക്കെ വേട്ടയാടുന്ന കാലത്ത് ഈ വചനം നമ്മൾ ഏറ്റുവാങ്ങണം. ഭയപ്പെടേണ്ട. ഏതെല്ലാം കാര്യത്തിൽ ഭയപ്പെടേണ്ട? ചിലപ്പോൾ ചില കാര്യങ്ങൾ, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങൾ മാറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഭയപ്പെടേണ്ട. ബലഹീനതകളെ ചൂണ്ടിക്കാണിക്കാൻ പിശാചിന് പറ്റും. എൻ്റെ ബലഹീനത എന്താണ്, നിങ്ങളുടെ ബലഹീനത എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പിശാചിന് പറ്റും. പക്ഷേ ഈ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനാണ് അവൻ. എന്നാൽ ദൈവം നമ്മുടെ ബലഹീനത ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മനസ്തപിക്കാൻ, നമ്മൾ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ, മാറ്റാൻ കഴിയാത്തപ്പോഴും വിപരീതമായ അനുഭവങ്ങളുടെ പിറകെ നമ്മളുടെ ജീവിതം പിന്തുടരേണ്ടി വരുമ്പോഴും ആ വചനത്തിൽ നമ്മൾ പിടിച്ചുയർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഭയപ്പെടേണ്ട. രണ്ടാമതായി ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അബ്രാഹം, പഴയ നിയമത്തിലെ അബ്രാഹത്തെ ദൈവം വിളിച്ചു. ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക്, നിന്റെ പിതൃദേശത്തെയും നിന്റെ ഭവനത്തെയും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക. ഇത് അബ്രാഹത്തിൻ്റെ പിതാവിനും ഈ വിളി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ ഹാരാനിലെത്തി അവൻ്റെ യാത്ര അവൻ അവസാനിപ്പിച്ചു കളഞ്ഞു. പക്ഷേ അബ്രാഹ യാത്ര പിന്തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് അവനെ അനുഗ്രഹമാക്കി മാറ്റുമെന്നും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടലിൻ്റെ മണലാരണ്യത്തെപ്പോലെയും കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് പറയുന്നത്. അവനൊരു കുഞ്ഞിനെ കൊടുത്തു. പതിറ്റാണ്ടുകൾ കാത്തിരുന്നതിന് ശേഷം കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനെ കൊടുത്ത് അവനെ വളർത്തി വലുതാക്കി. അവൻ്റെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ അവനോടൊപ്പം പച്ച പിടിച്ചു വരുന്ന സമയത്താണ് ദൈവദൂതൻ പറയുന്നത്, അവനെ കൊണ്ടുപോയി മോറിയ മലയിൽ ബലിയർപ്പിക്കുക. പോകുന്ന വഴിയിലെല്ലാം അബ്രാഹം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും ദൈവമാണ് എന്നെ വിളിക്കുകയും ദൈവമാണ് ഈ വളർച്ചയിൽ ഇത്രയധികം പ്രായാധിക്യം വന്ന സാറയ്ക്കും എനിക്കുമായൊരു കുഞ്ഞിനെ തരികയും ചെയ്തത് എങ്കിൽ ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടാകും. ദൈവം എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അവനോട് തന്നെ പറയാൻ തുടങ്ങി, നീ ഭയപ്പെടേണ്ട അബ്രാഹാം, ഭയപ്പെടേണ്ട. മോറിയ മലയിലേക്ക് പോകുന്ന നേരത്ത് അവൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ട്, മനസ്സ് വിറയ്ക്കുന്നുണ്ട്, അവൻ്റെ ചങ്കിടിപ്പ് കൂടുന്നുണ്ട്. എങ്കിലും അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. പുതിയ നിയമത്തിൽ യൗസേപ്പ് അബ്രാഹത്തേക്കാൾ വലിയ പിതാവിൻ്റെ മകൻ, വലിയ വിശ്വാസത്തിൻ്റെ പിതാവ്. അവൻ വളർത്തുന്നത് കുഞ്ഞാടിനെയാണ് എന്നറിയാം. അവൻ വളർത്തുന്നത് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെയാണെന്നറിയാം. അവൻ്റെ കൈവെള്ളയിൽ വിറയൽ വരുമ്പോഴും അവൻ്റെ ചങ്കിടിപ്പ് കൂടുമ്പോഴും അവൻ കാതുകളിൽ ഈ വാക്കുകൾ ആവർത്തിച്ച് കേൾക്കുമായിരുന്നു, യൗസേപ്പ് നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. കുഞ്ഞിൻ്റെ കാര്യം പൊതുജന മധ്യത്തിൽ അവന് പറയാൻ അവകാശമില്ല. മിശിഹ ആണ് എൻ്റെ കൈകളിൽ എന്ന് അവന് പറയാൻ അവകാശമില്ല. എങ്കിലും അവൻ വിപരീതമായ അനുഭവങ്ങളുടെ ഇടയിൽ പറയും, ഭയപ്പെടേണ്ട. സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങണം. ജീവിതത്തിൽ മരുഭൂമി അനുഭവം ഉണ്ടാകുമ്പോൾ, മനോഹരമായി ജീവിതത്തിലെ പലതും നേരിടാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോരുമ്പോൾ, ഈ കർദിനാളിനെ പോലെ ഇരുളടഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിന് 13 വർഷക്കാലം ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ പല വിധത്തിൽ നമുക്കുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും
ഈ വചനം ധ്യാനിക്കാൻ പറ്റണം. യൗസേപ്പിനോട് ദൈവദൂതൻ പറഞ്ഞ ഈ വചനം, യൗസേപ്പ് നീ ഭയപ്പെടേണ്ട. ഈശോയിലേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, ഞങ്ങളുടെ ബലഹീനതയെ പ്രതി ഭയപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങളുടെ വീഴ്ചകളെ പ്രതി ഭയപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഭയപ്പെടുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ധന്യനായ ഈ കർദിനാൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മറിയമേ എൻ്റെ അമ്മേ, യൗസേപ്പേ എൻ്റെ അപ്പ, ഈശോയെ പറ്റി ധ്യാനിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് തരിക. അവനെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഹൃദയവും ആത്മാവും എനിക്ക് തരിക. അവനെ പ്രതി ഞാൻ ആനന്ദം കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾക്ക് തരിക, ഹൃദയവും ആത്മാവും ഞങ്ങൾക്ക് തരിക. അങ്ങനെ കർത്താവിനെ പ്രതി ഞങ്ങൾ ആനന്ദം കൊണ്ട് നിറയട്ടെ. കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഭയരഹിതമായ സാഹചര്യങ്ങൾ, നിരാശയുടെ കാരണങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ പിതാമഹനായ യൗസേപ്പിനെ പോലെ ഞങ്ങളെല്ലാവരെയും പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ലോകത്തെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. മറിയമേ എൻ്റെ മാതാവേ, യോസേപ്പേ എൻ്റെ അപ്പായേ, മറിയമേ എൻ്റെ മാതാവേ, യോസേപ്പേ എൻ്റെ അപ്പായേ, ഈശോയെ ധ്യാനിച്ചിടുവാൻ കണ്ണുകൾ തുറന്നിടണേ. മറിയമേ എൻ്റെ മാതാവേ, യോസേപ്പേ എൻ്റെ അപ്പായേ, ഈശോയെ ധ്യാനിച്ചിടുവാൻ കണ്ണുകൾ തുറന്നിടണേ. സ്നേഹത്തോടെ ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയിൽ കഴിയുന്നവർ, പ്രത്യേകിച്ചും ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്നവർ, ഒരു വിധത്തിലും കുടുംബം മുന്നോട്ട് പോകില്ല എന്ന് ഓർത്തുകൊണ്ട് ഭയപ്പെടുകയും ആശങ്കയിലും കഴിയുന്ന എല്ലാ കുടുംബ ബന്ധങ്ങളെയും സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ മേൽ വലിയ കനിവും അങ്ങയുടെ വലിയ കരുണയും എല്ലാവരുടെ മേലും ധാരാളമായി വർഷിക്കണമേ. മറിയമേ എൻ്റെ മാതാവേ, യോസേപ്പേ എൻ്റെ അപ്പായേ, ഈശോയെ ധ്യാനിച്ചിടുവാൻ കണ്ണുകൾ തുറന്നിടണേ. രക്ഷകന്റെ കാവൽക്കാരനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പങ്കാളിയുമായ യൗസേപ്പിതാവേ, അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതനെ ഫലമേൽപ്പിച്ചുവല്ലോ. മറിയം അങ്ങയിൽ വിശ്വാസമർപ്പിച്ചു. അങ്ങയോടൊപ്പം ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു. വാഴ്ത്തപ്പെട്ട യൗസേപ്പിതാവേ, ജീവിത പാതയിൽ ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങൾക്കും അങ്ങൊരു പിതാവായിരിക്കണമേ. കൃപയും കരുണയും ആത്മധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. ഓ സ്നേഹതാതനാം മാർയൗസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴികാട്ടിയിടണേ അനുദിനവും. സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴികാട്ടിയിടണേ അനുദിനവും. താതാനിൻ ചാരയെപ്പോഴും എത്താമെന്ന ബോധ്യം
ബോധ്യം ഞങ്ങൾക്കു നീയേകണേ. താതാ നിൻ ചാരയെപ്പോഴും എത്താമെന്ന ബോധ്യം ഞങ്ങൾക്കു നീയേകണേ. തൻ പക്കലെത്തുന്നിൻ മക്കൾക്കായെന്നും അറിവോടെ മധ്യസ്ഥം തന്നരുൾക. തൻ പക്കലെത്തുന്നിൻ മക്കൾക്കായെന്നും അറിവോടെ മധ്യസ്ഥം തന്നരുൾക. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ പിതാവായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിന്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യോസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിന്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഭയമരുതേ മകനേ, ഭയമരുതേ മകളേ, ഭയമരുതേ മകനേ, ഭയമരുതേ മകളേ. പ്രത്യാശയേകും ദൈവം നിന്റെ കൂടെ ഉള്ളതിനാ, പ്രത്യാശയേകും ദൈവം നിന്റെ കൂടെ